5 ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കറും സമ്മാനം. ശിരൂരിൽ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. കണ്ടെത്തിയ ലോറിയുടെ ഭാഗങ്ങൾ അർജുന്റെ ലോറിയുടേതല്ല എന്ന് ഉടമ മനാഫ് സ്ഥിരീകരിച്ചു. കണ്ടെത്തിയത് പഴയ ലോറിയുടെ ഭാഗമാണ്. അർജുന്റെ ലോറിയുടെ ഡിസ്കും ആക്സിൽ ഭാഗവും കറുത്ത കളറിലുള്ളതാണ്. രണ്ടാമത് കണ്ടെത്തിയത് ടാറ്റ ലോറിയുടെ ഭാഗം. ടാങ്കറാണോ എന്ന് സംശയമുണ്ടെന്നും മനാഫ് പറഞ്ഞു. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിലിലും ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ നദിക്കടിയിലെ പരിശോധനയും ആണ് നിർണായകമായത്. നാളെ തിരച്ചിൽ വീണ്ടും തുടരും. ശിരൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഷിരൂർ ദൗത്യത്തിൽ കഴിഞ്ഞ 2 മാസത്തിനിടെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകിയ ഒരു ദിവസമായിരുന്നു ഇന്ന്. രാവിലെ ഡ്രഡ്ജർ ഉപയോഗിച്ച് തെരച്ചിൽ ആരംഭിച്ചു. പക്ഷേ 11 മണിയോടെ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നു. അതിനുശേഷം ഈശ്വർ മാൽപ്പെ ഗംഗാവലി പുഴയിൽ അടിത്തട്ടിൽ വിശദമായുള്ള തെരച്ചിൽ നടത്തി. 2 സ്പോട്ടുകളിലായി ഈ ലോറിയുടെ സാന്നിധ്യം അദ്ദേഹം കണ്ടെത്തി. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട വിവരം ജില്ലാ ഭരണകൂടത്തെ അറിയിക്കുകയും ജില്ലാ പോലീസ് മേധാവിയും കാർവാർ MLA ഉൾപ്പെടെ ഇവിടെ ഈ ദൗത്യമേഖലയിലേക്ക് ഉടൻ എത്തിച്ചേർന്ന് അത് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. അതായത് ഈ ഡ്രഡ്ജറിലുള്ള ക്രെയിൻ ഉപയോഗിച്ച് അതിലെ ഇരുമ്പ് വടവും ഉപയോഗിച്ച് ആദ്യ സ്പോട്ടിൽ, അതായത് ഈശ്വർ മാൽപ്പെ പുഴക്കടിത്തട്ടിൽ ലോറിയുടെ സാന്നിധ്യം, ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ആദ്യ സ്പോട്ടിൽ ഇത് ഉയർത്താനുള്ള ശ്രമങ്ങൾ നടത്തി. അതിൽ 2 ടയറുകളാണ് കണ്ടെത്തിയത്. പക്ഷേ ആ 2 ടയറുകളും ഈ അർജുൻ ഓടിച്ച ലോറിയുടേതല്ല എന്ന് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിക്കുകയാണുണ്ടായത്. പിന്നീട് രണ്ടാമത്തെ സ്പോട്ടിലും വാഹനത്തിന്റെ ഭാഗം ഉയർത്തി. പക്ഷേ അതും ഈ അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടേതല്ല എന്ന് മനാഫ് സ്ഥിരീകരിച്ചതോടെ ഏറെ പ്രതീക്ഷ നൽകിയ ദിനത്തിൽ ഒടുവിൽ അത് നിരാശയോടെ അവസാനിക്കുകയും ചെയ്തു. എന്നാൽ ദൗത്യം നാളെയും തുടരും. നാളെ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചും മണ്ണ് നീക്കം ചെയ്തുള്ള തെരച്ചിലായിരിക്കും പ്രധാനമായും ഉണ്ടാവുക. ഇന്ന് തെരച്ചിലിനൊടുവിൽ അർജുന്റെ കുടുംബം പ്രധാനമായും ആവശ്യപ്പെട്ടത് ഈ നാവികസേന അടയാളപ്പെടുത്തിയിട്ടുള്ള കോണ്ടാക്ട് നമ്പർ 4-ൽ വിശദമായി ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്ത് തെരച്ചിൽ നടത്തണം. അവിടെ ആയിരിക്കും ഈ ലോറി ഉണ്ടാവാൻ കൂടുതൽ സാധ്യതയുള്ളത് എന്നതാണ് അർജുന്റെ കുടുംബം ഉൾപ്പെടെ ആവശ്യപ്പെട്ടത്. നാളെ എന്തായാലും ഈ നാവികസേന അടയാളപ്പെടുത്തിയിട്ടുള്ള ആ ഭാഗത്ത് 30 മീറ്റർ ചുറ്റളവിലായിരിക്കും മണ്ണ് നീക്കം ചെയ്തുള്ള തെരച്ചിൽ നടക്കുക. ഡ്രഡ്ജർ ഉപയോഗിച്ച് രാവിലെ 8 മണിയോടെ തന്നെ തെരച്ചിൽ ആരംഭിക്കും. അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപ്പയും നാളെ ദൗത്യം തുടരും. ഈശ്വർ മാൽപ്പെ പുഴയിലിറങ്ങി അടിത്തട്ടിലിറങ്ങിയുള്ള പരിശോധന നാളെയും തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട്.